അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് വിഷു അല്ലേ, അപ്പം ഹാപ്പി വിഷു. ഈ വർഷവും ഇനി വരാനിരിക്കുന്ന വർഷവും എല്ലാം എല്ലാവർക്കും നല്ല ഐശ്വര്യവും സാമ്പത്തികവും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയാലോ? വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നത്, പക്ഷേ പോസ്റ്റ് ചെയ്യാനങ്ങ് താമസിച്ചു പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. രാവിലെ എണീറ്റ് ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോകണം. നമ്മളാണെങ്കിൽ ഈ ഫ്ലാറ്റിലോട്ട് വന്നിട്ട് ഏകദേശം ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ വിഷു ആയതുകൊണ്ട് നമ്മുടെ മാനേജർ ഗംഗയില്ലേ, ഗംഗയുടെ വീട്ടിലോട്ട് ഇവിടെ 3 എണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അൽസീനായും ഉള്ളായിരുന്നു. അവൾ രാവിലെ എണീറ്റ് കുളിച്ച് ചായ കുടിക്കാൻ താഴോട്ട് പോയി. അവളിന്ന് പോവുക കേട്ടോ, അബുദാബിയിലോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ ഞാനും കൂടെ കുളിച്ച് റെഡിയായിട്ട് അപ്പുറത്തോട്ട് പോവുകയാണേ. പിന്നുണ്ടല്ലോ, ഞാൻ ഈ ഉപയോഗിക്കുന്ന പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബിഗ് ബോസിൽ വന്ന ആരോ അതിനകത്ത് പറയുന്ന കേട്ടിട്ടുണ്ട്, നല്ല ബനാന പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് അടിപൊളിയാണ്. ഇതിനകത്തൊരു യെല്ലോയിഷ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഗംഗയുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. പക്ഷേ സംഭവം സൂപ്പറാണ്. നാട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ അതാണ്ട് നമ്മൾ പർദ്ദയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഈ പർദ്ദ ഇടുമ്പോഴത്തേക്ക് നല്ല വണ്ണം കുറഞ്ഞ കണക്ക് എനിക്ക് തോന്നും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പർദ്ദ ഇട്ടുകൊണ്ട് പോകാൻ. അപ്പോഴത്തേക്ക് ഇവള് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആള് വന്ന് ഞാൻ അപ്പോഴത്തേക്കും താഴോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾ അബുദാബിയിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ വന്നിട്ടുള്ളതായിരുന്നു. അവൾക്ക് ജോലി കിട്ടി. ഞാനാണെങ്കിൽ ഗംഗയുടെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ആൾ ഉറക്കം എണീറ്റതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഒരു കണി കാണും നേരം ആ പാട്ടൊക്കെ ഒന്ന് പാടി അകത്തോട്ട് കയറി. അവർ ഇന്നലെ തന്നെ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് നമ്മുടെ റൂമിലുള്ള ബാക്കി 3 പേരുണ്ടായിരുന്നു. അവരും കൂടെ ചെന്ന് അവിടെ കിടന്ന് കണിയൊക്കെ ഒരുക്കി രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പം വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളെ ഒന്ന് കൂട്ടുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ ആ ഫ്ലാറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ നിന്ന ഫ്ലാറ്റിലോട്ട് വന്നു കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എടുത്ത് വെക്കാൻ വേണ്ടി അവൾ പോവുകയാണ്. കുറേ നാൾ, അതായത് ഏകദേശം വന്നിടം തൊട്ട് നമ്മളെ കൂടെ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ യാത്രയൊക്കെ അയച്ചിട്ട് തിരിച്ച് വരികയാണേ. പിന്നെ രാവിലെ തിന്നാൻ വേണ്ടി ഗംഗ തന്നെ നമുക്ക് ബൂരിയും കിഴങ്ങറിയൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ച് തീർച്ചയാണെങ്കിൽ പുറത്തോട്ട് പോയായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ആഹാരം ഇന്ന് വിഷു ആയതുകൊണ്ട് നമുക്കിവിടെ വെക്കണ്ട, പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചേട്ടോ. നമ്മൾ 2 ഊണ് മേടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കറികളുണ്ടായിരുന്നു, പായസം അടക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് മുഷിയണ്ടല്ലോ എന്ന് പറഞ്ഞ് വൈകുന്നേരം നമ്മളൊന്ന് പുറത്ത് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തീർച്ചയായും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താണ്ടേ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് പോവുകയാണേ. വീഡിയോ എടുക്കാൻ നേരം ഇവളുമാർ ഭയങ്കര ചിരി കേട്ടോ. വീഡിയോ എടുക്കാൻ നേരം മാത്രമല്ല, ഈ റൂമിനകത്തിരുന്ന് ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞ് ഭയങ്കര ചിരിയാണ്. ഉറങ്ങാൻ തന്നെ സത്യം പറഞ്ഞ് താമസിക്കുവേ. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട്, അതായത് ഒന്നാമത് ഞാൻ എന്ത് കേട്ടാലും ചിരിക്കും, അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞാലും ചിരിപ്പിക്കുന്നതാണ് ശ്രീലക്ഷ്മി ഉള്ളത്. പിന്നെ തീർത്ഥയുടെ കാര്യം, അൻസുവിൻ്റെ കാര്യം ഒന്നും പറയേണ്ടതേ ഇല്ല. എപ്പോഴും കോമഡിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പാർക്കിലോട്ട് പോകാൻ വേണ്ടിയാണ് ആദ്യം ഇറങ്ങിയെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കടയിൽ കുറേ വിലക്കുറവ് കണക്കൊക്കെ എഴുതി വെച്ചേക്കുന്ന കണക്ക് തോന്നി. അപ്പം പിന്നെ എന്തായാലും ഒന്ന് നോക്കാമെന്നും പറഞ്ഞ് കയറിയതാട്ടോ. അവിടെ കയറിയപ്പോഴത്തേക്ക് നല്ല വിലക്കുറവിന് വീട്ടിൽ ഇരുന്ന കണക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനതിൽ ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ റൂം. അപ്പം അവിടെ ചായ കുടിക്കാന്ന് വഴിയിൽ നല്ലൊരു ചായക്കട ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ചായയും കൂടെ കുടിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ നല്ല തലവേദനയും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പനിയുടെ കണക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തലവേദന ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാത്തതിൻ്റെയാണെന്ന് പറഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ അങ്ങോട്ട് കയറുകയാണേ. ചായയും പിന്നെ ഉള്ളിപ്പക്കോടയില്ലേ, നമ്മുടെ നാട്ടിൽ അതായത് കൊല്ലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതാണ് കേട്ടോ മേടിച്ച് കഴിക്കുന്നത്. അതും കൂടെ കൊണ്ടുവച്ച് നമ്മൾ അതും കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലോട്ടൊക്കെ ചെന്നതിന് ശേഷമാണ് രാത്രിത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ മാനേജർ തന്നെയാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾക്കുള്ള പൈസയൊക്കെ തരുന്നത്. നമ്മൾ വെച്ച് വിളമ്പി കഴിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം ആൾ മേടിച്ചിടും. അയാൾക്ക് മേടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ തന്നു വിടും. അങ്ങനെ പോയി മേടിക്കണം. അപ്പോൾ രാത്രിയിലത്തേക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മേടിക്കാൻ പോവുകയാണേ. പിന്നെ മേടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ പോയി മേടിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറക്കാതെ സബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.